കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ പറ്റിയും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ചും ആണ് പറഞ്ഞത്. വിവിധ തരത്തിലുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ, എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, ഇവ തമ്മിലുള്ള വ്യത്യാസം. പ്രധാനമായിട്ടും 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്: ഫോർ, വൈൽ, ഡു വൈൽ. ഇവയെക്കുറിച്ചെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നെസ്റ്റഡ് ലൂപ്പുകളും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് പറയുന്നത്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിക്കകത്ത് മറ്റൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ നെസ്റ്റിംഗ് എന്ന് പറയുന്നു. ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. Placing a loop inside the body of another loop is called nesting of a loop or nested loop. ഒരു നെസ്റ്റഡ് ലൂപ്പിൽ ഒരു ഇന്നർ ലൂപ്പും ഒരു ഔട്ടർ ലൂപ്പും ഉണ്ടായിരിക്കും. പുറമേയുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പ് എന്നും അകത്തുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്നും വിളിക്കുന്നു. ഇവിടെ ഇന്നർ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകളോ, അതായത് ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ശരിയായിരിക്കുന്ന അത്രയും തവണ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയായിരിക്കുന്നിടത്തോളം ഇന്നർ ലൂപ്പ് അത്രയും തവണ ഐട്രേറ്റ് ചെയ്യുന്നു. Inner loop statement will be executed repeatedly as long as the condition of the outer loop is true. കണ്ടീഷൻ ഏതൊരു ലൂപ്പിൻ്റെയും 3-4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏത് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിന് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ, അതുപോലെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ, അതുപോലെ ബോഡി ഓഫ് ദ ലൂപ്പ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഏതൊരു ലൂപ്പിനും ഉള്ളത്. അപ്പോൾ ഇതിൽ ടെസ്റ്റ് എക്സ്പ്രഷനാണ് ഒരു ലൂപ്പ് എത്ര തവണ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലൂപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ എത്ര തവണ ആവർത്തിച്ച് റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ലൂപ്പ് ബോഡി, അതായത് ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ഫാൾസ് ആകുന്നത്, തെറ്റാകുന്നത്, അപ്പോൾ ലൂപ്പ് അവസാനിക്കുന്നു. ആ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു. അതായത് ലൂപ്പ് ബോഡി എക്സിക്യൂഷൻ നിർത്തുന്നു. ഇവിടെ ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ലൂപ്പുകളുടെയും, ഔട്ടർ ലൂപ്പിൻ്റെയും ഇന്നർ ലൂപ്പിൻ്റെയും ലൂപ്പ് കൺട്രോൾ വേരിയബിളുകൾ വ്യത്യസ്തമായിരിക്കണം. അവ ഒരിക്കലും ഒരുപോലെ ആകരുത് എന്നതാണ്. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ നെസ്റ്റിംഗ് എന്ന് പറയുന്നു. ഒരു നെസ്റ്റഡ് ലൂപ്പിൽ ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ശരിയായിരിക്കുന്ന അത്രയും തവണ പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2 ഫോർ ലൂപ്പുകൾ നെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഔട്ടർ ലൂപ്പാണ്, ഇത് ഇന്നർ ലൂപ്പാണ്. 2 ഫോർ ലൂപ്പുകളാണ്. ഇവിടെ ഇന്നർ ലൂപ്പ്, ഈ ഫോർ ലൂപ്പ് മൊത്തം 5 പ്രാവശ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇവിടെ നോക്കാം, മൊത്തം 6 പ്രാവശ്യം, 5 കൂടി ഉൾപ്പെടുമ്പോൾ 0 മുതൽ 5 വരെ പറയുമ്പോൾ 6 തവണ 6 ഐട്രേഷനാണ് ഇന്നർ ലൂപ്പിന് ഉണ്ടായിരിക്കുക. ഇവിടെ ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുമ്പോൾ, ഇതാണ് ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ, i <= 5. ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം അത്രയും പ്രാവശ്യം ഇന്നർ ലൂപ്പിലേക്ക് വരികയും ഇന്നർ ലൂപ്പ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐട്രേഷൻ നടത്തുകയും ചെയ്യും. അതായത് 6 പ്രാവശ്യം ഓരോ തവണ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴും, ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴും ഇന്നർ ലൂപ്പ് ഫുൾ ഐട്രേഷൻ, അതായത് എത്ര തവണയാണോ ഐട്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഇവിടെ ആണെങ്കിൽ 6 തവണയാണ്. 5 എന്ന് പറയുമ്പോൾ 0 മുതൽ 5 വരെ 6 തവണ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഐയുടെ ഓരോ വിലയ്ക്കും j 0 മുതൽ
5 വരെ പ്രിൻ്റ് ചെയ്യും. ഐ 0 ആകുമ്പോൾ ജെ 0 മുതൽ 5 വരെയുള്ള വിലകൾ പ്രിൻ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ആദ്യം ഈ ലൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ നോക്കാം. ആദ്യം ഐയുടെ വാല്യൂ 0 എന്നാകുമ്പോൾ ആദ്യം ഔട്ടർ ലൂപ്പാണ് ഇനീഷ്യലൈസ് ചെയ്യുക. അതിൻ്റെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഐ = 0 എന്നാണ്. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐക്ക് ഒരു തുടക്ക വില കിട്ടി 0. പിന്നീട് ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നു ഐ <= 5. ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അത് ഇപ്പോൾ ട്രൂ ആണ്, കാരണം 0 5-നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിക്കകത്തേക്ക് വന്നു. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എന്ന് പറയുന്നത് വേറൊരു ലൂപ്പാണത്, ഒരു ഇന്നർ ലൂപ്പ് അതിനകത്തുണ്ട്. അപ്പോൾ ഇന്നർ ലൂപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നർ ലൂപ്പിനെ ഇനീഷ്യലൈസ് ചെയ്തു ജെ = 0. ജെയുടെ തുടക്ക വില 0 5-നേക്കാൾ ചെറുതാണോ ഈ ഇന്നർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ജെ <= 5 എന്നാണ് ഇന്നർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ. അപ്പോൾ ജെ <= 5 0 ആയതുകൊണ്ട് 0 5-നേക്കാൾ താഴെയാണ്. അപ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. അതുകൊണ്ട് സി ഔട്ട് I/T j എന്ന് പറയുമ്പോൾ 0 ഒരു സ്പേസ് കാണിക്കുന്നതിന് വേണ്ടിയാണ് /t കൊടുക്കുന്നത്. ടാബ് എന്നുള്ള അർത്ഥമാണ്. ജെ എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ഐയുടെയും ജെയുടെയും വില ഇപ്പോൾ 0 ആണ്. അങ്ങനെ ഔട്ടർ ലൂപ്പിൻ്റെ ഒരു ഐട്രേഷൻ ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐട്രേഷനും കഴിഞ്ഞു. ഇനി ജെ 0 ആയി. ഔട്ടർ ലൂപ്പിൻ്റെ ഫസ്റ്റ് ഐട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ആ ഫസ്റ്റ് ഐട്രേഷന് ഇന്നർ ലൂപ്പ് 5 തവണ ഐട്രേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള നെസ്റ്റഡ് ലൂപ്പുകൾ വരുമ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ ഐട്രേഷനും ഇന്നർ ലൂപ്പ് ഒരു കംപ്ലീറ്റ് ഐട്രേഷൻസും ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഐക്കും ജെ 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. 5 തവണ, 5 പ്രാവശ്യം എന്നല്ല 5 വരെ, അതായത് 6 തവണ എക്സിക്യൂട്ട് ചെയ്യും. 6 തവണ, കാരണം 0 മുതൽ 5 വരെ, 5 ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 4 5 6 തവണ. അപ്പോൾ അവിടെ ഔട്ടർ ലൂപ്പിന് മൊത്തം 6 ഐട്രേഷൻ, ഇന്നർ ലൂപ്പിന് മൊത്തം എത്ര കറക്കം? 6 ഐട്രേഷൻ. എത്ര എക്സിക്യൂഷനാണ്? 6 ഐട്രേഷൻ. അങ്ങനെ 2 ലൂപ്പുകളും കൂടെ മൊത്തം 36 പ്രാവശ്യം 6 × 6 36 തവണ ഐട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൽ ആദ്യം ഐയുടെ വില 0, ഔട്ടർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആയതുകൊണ്ടാണ് ഇന്നർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു, അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തു. ഇനി അതിന് ശേഷം വീണ്ടും അതിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് 0 0, ഐയും ജെയും 0 ആയിരുന്നുകൊണ്ട് 0 സ്പേസ് 0 സ്പേസ് കാണിക്കാനാണ് /t എന്ന് പറഞ്ഞു. 0 സ്പേസ് 0 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ അപ്പുറത്തായിട്ട് വീണ്ടും 0 0 എന്നുള്ളതിന് അപ്പുറത്തായിട്ട് അതിനടുത്തായിട്ട് 0 0 എന്നുള്ളതിനടുത്തായിട്ട് 0 1 എന്ന് പ്രിൻ്റ് ചെയ്യും. 0 0 എന്നുള്ളതിന് തൊട്ടപ്പുറത്ത് 0 1 എന്നും വീണ്ടും 0 2 0 3 0 4 0 5 വരെ പ്രിൻ്റ് ചെയ്യും. അതാണ്. ഇനി ഇതുപോലെ ഐ 1 ആകുമ്പോൾ 1 0 1 1 ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഐയുടെ ഓരോ വിലയ്ക്കും ഔട്ടർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഇന്നർ ലൂപ്പിലേക്ക് കയറുന്നു. ഇന്നർ ലൂപ്പ് 0 മുതൽ 5 തവണ വരെ വർക്ക് ചെയ്യും. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ ഐട്രേഷനും ഇന്നർ ലൂപ്പ് 6 തവണ ഐട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ മൊത്തം 6 ഐട്രേഷൻ ഉണ്ട് ഔട്ടർ ലൂപ്പിന്. അപ്പോൾ ഓരോ ഐട്രേഷനും 6 തവണ എന്ന് പറയുമ്പോൾ മൊത്തം 6 ഐട്രേഷൻ 6 തവണ, 6 × 6 36 ഐട്രേഷൻ 2 ലൂപ്പും കൂടെ ഐട്രേറ്റ് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ലൂപ്പിൻ്റെ വർക്കിംഗ്. ഇനി ഇവിടെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഐയുടെ വില 0 എന്നാകുമ്പോൾ ജെ 0 ആവുന്നു. അപ്പോൾ 0 0 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, 0 സ്പേസ് 0 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വില 0 തന്നെയായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ജെ മുഴുവൻ ഐട്രേഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യും. ജെയുടെ 6 ഐട്രേഷൻ, എത്ര തവണ ജെയുടെ ഐട്രേഷൻ ഉണ്ടോ, എത്ര ഐട്രേഷൻ ഉണ്ടെന്ന് അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ജെ 5-ൽ കൂടുന്നത് വരെ, അല്ലെങ്കിൽ ജെ 5-ൽ താഴെയാവുന്നിടത്തോളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐയുടെ വില 0 ആകുമ്പോൾ ജെ 6 തവണ ഐട്രേറ്റ് ചെയ്യും. അതായത് ജെ 0 ആവും. അപ്പോൾ ഐ 0 0, വീണ്ടും ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ജെ വീണ്ടും ജെ ++ വർക്ക് ചെയ്ത് 1 ആവും. അപ്പോൾ 0 1, അങ്ങനെ 0 5 വരെ പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഐ 1 ആവുന്നു. ആ രീതിയിലാണ്. അതായത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ വില
ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് ജെയുടെ വിലകൾ എന്തൊക്കെയാണ്? ഐയുടെ ഓരോ വിലയ്ക്കും ജെയ്ക്ക് 5 വിലകൾ. അപ്പോൾ ഐയുടെ ഓരോ വാല്യൂവിൻ്റെയും കൂടെ ജെയുടെ 5 വാല്യൂസ്, അതായത് ജെയുടെ എല്ലാ വിലകളും ചേർന്ന് വരും, ഈ പ്രിൻ്റ് ചെയ്യും. അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രകാരമായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഐ ഈക്വൽ ടു 0, ഐ 0 ആകുമ്പോൾ ജെ 0 ആകുന്നു, 0<5 ആണ്. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്, അതുകൊണ്ട് ഇന്നർ ലൂപ്പിലേക്ക് വന്നു. ഇന്നർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു, ജെ 0 എന്ന് തുടങ്ങി ജെ 5 ആകുന്നത് വരെ, 5 അതിൽ താഴെയോ ആകുന്നിടത്തോളം ഈ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യണം. ലൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഐയുടെയും ജെയുടെ വില ഒരു സ്പേസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ 0 എന്ന് പ്രിൻ്റ് ചെയ്യും, ഐ 0 ജെ 0. വീണ്ടും ജെയുടെ വാല്യൂ 1 ആവും, ജെ ++ വർക്ക് ചെയ്യും. ഐ 0 എന്ന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇവിടെ ഉടനെ ഐ ++ അല്ല വർക്ക് ചെയ്യുന്നത്. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയായിരിക്കുമ്പോൾ ഇന്നർ ലൂപ്പ് അതിൻ്റെ എത്ര ഐറ്ററേഷനുകളുണ്ടോ അത്രയും ഐറ്ററേഷനുകൾ ചെയ്തതിന് ശേഷം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഔട്ടർ ലൂപ്പിൻ്റെ അടുത്ത ഐറ്ററേഷൻ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഐ 0 ആകുമ്പോൾ ജെ 0 എന്ന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ജെ വീണ്ടും 0 എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജെ ++ വർക്ക് ചെയ്യും. അതായത് 0 + 1 1. ആ 1 ലെസ് ദാൻ ഇനി ജെയുടെ ഇന്നർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ജെയുടെ വില 1 ആണ്, 1 5 താഴെയാണ്. അതുകൊണ്ട് വീണ്ടും ഐ ജെ എന്ന് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഐയുടെ വില എപ്പോഴും 0 ആണ്, ഐ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടില്ല, ഐ 0 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 0 1 എന്ന് പ്രിൻ്റ് ചെയ്യും. അങ്ങനെ അടുത്തത് ഐ ജെ 2 ആവും, അപ്പോൾ 0 2 എന്ന് പ്രിൻ്റ് ചെയ്യും. അടുത്തത് ജെ 3 ആവും, 0 3 0 4 0 5 വരെ പ്രിൻ്റ് ചെയ്യും. ജെ 6 ആവുമ്പോൾ ജെ ++ ആറാമത്തെ ഐറ്ററേഷനിൽ ഇന്നർ ലൂപ്പിൻ്റെ 6ാമത്തെ ഐറ്ററേഷൻ കഴിയുന്നതോടുകൂടി 7ാമത്തെ ഐറ്ററേഷനിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ജെയുടെ വില 6 എന്നാവും. അപ്പോൾ ജെ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇന്നർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവും. അപ്പോൾ ഈ ഇന്നർ ലൂപ്പ് നിന്ന് പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ആവും. പ്രോഗ്രാം കൺട്രോൾ അതിന് പുറത്ത് പോവും. വീണ്ടും ഐ ++ വർക്ക് ചെയ്യും. അപ്പോൾ ഐയുടെ വില 0 എന്നുള്ളത് 1 ആവുന്നു. ഇനി വീണ്ടും ജെ 6 പ്രാവശ്യം വർക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും ഐയുടെ വാല്യൂ 2 എന്നാവും. വീണ്ടും ജെ 6 പ്രാവശ്യം വർക്ക് ചെയ്യും. വീണ്ടും ഐയുടെ വാല്യൂ 3 എന്നാവും. അങ്ങനെ ഐയുടെ ഓരോ വിലയ്ക്കും ജെ 6 തവണ പ്രവർത്തിക്കും, 0 മുതൽ 5 വരെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാക്ടിക്കലിൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ നോക്കാം. നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇവിടെ 2 വേരിയബിളുകൾ 2 ഫോർ ലൂപ്പുകളെ നെസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഐയുടെ വില, ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐ ആണ്. ഇന്നർ ലൂപ്പ്, ഈ ഫോർ ലൂപ്പാണ് ഇന്നർ ലൂപ്പ്. ഇതിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ജെ ആണ്. രണ്ടിനും ഇനീഷ്യലൈസ് ചെയ്യുന്നത് 1 എന്ന വാല്യൂ വെച്ചാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ്? ഇത് ഐയുടെ വില 1, ആദ്യം ഐ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഐക്ക് 1 എന്ന വാല്യൂ ലഭിക്കുന്നു. ലൂപ്പിലേക്ക് ഔട്ടർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഔട്ടർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഐയുടെ വാല്യൂ 1 ആവുന്നു. 1 അടുത്തത് ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ <= 5 ആണോ? 1 ആണ് ഐയുടെ വില, 1 5നേക്കാൾ താഴെയാണ്, ചെറുതാണ്. അതുകൊണ്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. ഔട്ടർ ലൂപ്പിനകത്ത് കയറുന്നു. ഔട്ടർ ലൂപ്പിനകത്ത് കയറിയാൽ പറഞ്ഞിരിക്കുന്നത് സി ഔട്ട് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു വരി വിട്ട് പ്രിൻ്റ് ചെയ്യാനാണ്. ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലാങ്കായി ഒരു പുതിയ വരിയിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഒരു വരിയായിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ലാഷിന് ഉപയോഗിക്കുക. ലൈൻ ബൈ ലൈനായിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ. അപ്പോൾ ഒരു പുതിയൊരു വരിയിൽ ഇനി പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോർ ജെ = 1. ഇനി ഇന്നർ ലൂപ്പിലേക്ക് കയറുന്നു. ഒരു വരി വിടുന്നു. അതിനുശേഷം ഇന്നർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ജെ ഇനീഷ്യലൈസ് ചെയ്ത് ജെയ്ക്ക് തുടക്ക വില ലഭിക്കുന്നു 1. ഇപ്പോൾ ഐയുടെ വില എപ്പോഴും 1 തന്നെയാണ്. അപ്പോൾ ജെയുടെ വിലയും 1 ആണ്. 1 ജെ <= ഐ. ജെയുടെ വില ഐയോ അതിൽ താഴെയോ ആയിരിക്കുന്നിടത്തോളം ഈ ഇന്നർ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഐയുടെ ഓരോ വിലയ്ക്കും അത്രയും തവണ ഇന്നർ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതായത് ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ഓരോ വിലയ്ക്കും, ഇതാണ് ഔട്ടർ ലൂപ്പ്. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഐയുടെ ഓരോ വിലയ്ക്കും അനുസരിച്ച് അത്രയും തവണ
ഇവിടെ ഈ ഇന്നർ ലൂപ്പ് പ്രവർത്തിക്കുന്നു. അപ്പോൾ അത്രയും ഇന്നർ ലൂപ്പ്, അപ്പോൾ അത്രയും സ്റ്റാറുകൾ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ i1 എന്നാവുമ്പോൾ 1<5 ആണ്. വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വന്നു. J1 ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു. J1 1< ഐയുടെ വില എപ്പോഴും 1 തന്നെയാണ്. 1< 1. ജെയുടെ വിലയും 1 ആണ്, ഐയുടെ വിലയും 1 ആണ്. അപ്പോൾ 1 ആണ്. അതുകൊണ്ട് കണ്ടീഷൻ ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ലൂപ്പിൻ്റെയും ലൂപ്പ് കൺട്രോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. 1 ട്രൂ ആണ്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർ എന്ന് പ്രിൻ്റ് ചെയ്തു. പുതിയൊരു വരിയിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർ. നേരത്തെ പറഞ്ഞു ഒരു പുതിയ വരിയിൽ പ്രിൻ്റ് ചെയ്യാനാണ് സ്ലാഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വരിയിൽ സ്റ്റാർ എന്ന് ഒരു പുതിയൊരു വരിയിൽ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം ഐ ഇപ്പോഴും 1 തന്നെയാണ്. ഐയുടെ ഒന്നാമത്തെ ഐറ്ററേഷൻ ആരംഭിച്ചു. ജെയുടെ ഒന്നാമത്തെ ഐറ്ററേഷൻ കഴിഞ്ഞു. ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷൻ കഴിഞ്ഞു. ഇനി ജെ, അതായത് ഇന്നർ ലൂപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് J++ ജെ വർക്ക് ചെയ്യും. ജെയുടെ വില 2 ആവും. J 1 ആയിരുന്നു, അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഇനി വീണ്ടും രണ്ടാമത്തെ ഔട്ടർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷൻ തന്നെയാണ് ഇന്നർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐറ്ററേഷൻ. ഈ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐറ്ററേഷൻ, ഇതിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷന് ഇതിൻ്റെ ഒരു ഐറ്ററേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷനിൽ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഐറ്ററേഷൻ, ഈ ഇന്നർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐറ്ററേഷൻ. അപ്പോൾ ജെയുടെ വില 2 എന്നാവും. കാരണം ജെ കഴിഞ്ഞ ഐറ്ററേഷനിൽ 1 ആയിരുന്നു. J++ വരുമ്പോൾ 1 + 1 2 ആയിക്കഴിഞ്ഞാൽ ഉടനെ ഇത് ചെക്ക് ചെയ്യും. അതായത് അപ്ഡേറ്റ് ചെയ്താൽ ഒരു ലൂപ്പിൻ്റെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്താൽ ഉടനെ, ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു, അപ്ഡേറ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞാൽ ഉടനെ ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ജെയുടെ വില 2 എന്നാകുമ്പോൾ J<= I ആണ്. ഐയുടെ വില ഇപ്പോഴും 1 തന്നെയാണ്. ഐയുടെ ഒന്നാമത്തെ ഐറ്ററേഷനാണ്. ഐ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഓരോ വാല്യൂ ആകുമ്പോഴും ഐയുടെ ഓരോ വിലയ്ക്കും ജെ അത്രയും തവണ പ്രവർത്തിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഐ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐയുടെ അടുത്ത ഐറ്ററേഷൻ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ജെയുടെ കംപ്ലീറ്റ് ഐറ്ററേഷൻ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ ഇന്നർ ലൂപ്പ്. അപ്പോൾ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത്, ജെയുടെ കംപ്ലീറ്റ് ഐറ്ററേഷൻ കഴിഞ്ഞില്ല. ഔട്ടർ ലൂപ്പ് ഇവിടെ ഇന്നർ ലൂപ്പിൻ്റെ കംപ്ലീറ്റ് ഐറ്ററേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഔട്ടർ ലൂപ്പ് അടുത്ത ഐറ്ററേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നർ ലൂപ്പിന് 2 ഐറ്ററേഷൻ ഉണ്ടെങ്കിൽ ആ 2 ഐറ്ററേഷൻ കഴിഞ്ഞതിന് ശേഷമേ രണ്ടാമത്തെ ഐറ്ററേഷൻ, ഒന്നാമത്തെ ഐറ്ററേഷന് രണ്ടാമത്തെ ഐറ്ററേഷനിലേക്ക് ഈ ഔട്ടർ ലൂപ്പ് പോകുന്നുള്ളൂ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഐ 1 ആവും. J1 ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഇനി വീണ്ടും ജെ ഇന്നർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ നോക്കി. J 2 ആയി. 2 ഐയുടെ വില ഇപ്പോഴും 1 തന്നെയാണ്. 2 <1 1 എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ അഥവാ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസായി. കാരണം എന്താ, ജെയുടെ വില 2 ആണ്. ജെ ഇൻക്രിമെൻ്റ് ചെയ്തു 2. ഐയുടെ വില ഇപ്പോഴും 1 തന്നെയാണ്. ഓക്കെ, ഐ ഇൻക്രിമെൻ്റ് ചെയ്യണമെങ്കിൽ ജെ മുഴുവനായിട്ട് ഈ ലൂപ്പ് ബോഡി മുഴുവനായിട്ട് പ്രവർത്തിച്ചാലേ, അതായത് ഈ ലൂപ്പ് കംപ്ലീറ്റ് ഐറ്ററേഷൻ കറക്കം കഴിഞ്ഞാൽ എത്ര തവണ ഐ ടൈംസ് വർക്ക് ചെയ്യണം എന്നാണ്. അത്രയും കഴിയുമ്പോഴാണ് ഈ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതാണ്. ഇനി ജെയുടെ വാല്യൂ 2 എന്നാകുമ്പോൾ 2<1 ഫോൾസ് ആണ്. അപ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ തെറ്റുന്നു. അപ്പോൾ രണ്ടാമത്തെ ഐറ്ററേഷനിൽ ഔട്ടർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷനും ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷനും കഴിഞ്ഞു. ഔട്ടർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷൻ ഇന്നർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐറ്ററേഷൻ നടക്കുമ്പോൾ ആ ലൂപ്പ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യമായിട്ട് ഫോൾസായി. അതുകൊണ്ട് ഈ ലൂപ്പ് നിർത്തുന്നു. വീണ്ടും ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നു. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നാൽ ഉടനെ ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നു. അത് ഐയുടെ വില 1 കൂടുന്നു. I1 എന്നുള്ളത് 2 ആവുന്നു. വീണ്ടും പുതിയൊരു ലൈനിലേക്ക് വരുന്നു. 2 5 താഴെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂ. 2 എന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത ഉടനെ ഐയുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ലൈനിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് I<5. ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 2<5 ശരിയാണ്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഒരു പുതിയ ലൈനിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഒരു ലൈൻ വിട്ട് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ലൈൻ വിടുന്നു. അതിന് ശേഷം ഒരു വരി വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ /n ന്യൂ ലൈൻ എന്ന് പറയുന്നത്. ഒരു വരി വിടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ വരിയുടെ താഴെ പുതിയൊരു വരിയിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും /n ന്യൂ ലൈൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തിരുന്നു.
ഔട്ടർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐട്രേഷനും ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐട്രേഷനിൽ ആ സ്റ്റാറിന് താഴെ ആണ് ഇനി അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്. അതിനാണ് ഈ സ്ലാഷിങ് കൊടുക്കുന്നത്. j = 1. വീണ്ടും i1 i2 എന്നാവുമ്പോൾ j1 തന്നെ. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ വിലയ്ക്കും ഇന്നർ ലൂപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ തന്നെ വീണ്ടും തുടങ്ങുകയാണ് ചെയ്യുന്നത്. j1 തുടങ്ങി വീണ്ടും j 2 പ്രാവശ്യം ഈ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യും. അതായത് ജയുടെ വില i എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ആണ്, ജയുടെ വിലയും 2 ആണ്. അപ്പോൾ 2 < ≤ 2 ആകുന്നത്. 2 < = 2. സോറി, ജയുടെ വില 1 < = 2. അപ്പോൾ ആദ്യമായിട്ട് ജയുടെ വില 1 തുടങ്ങി ഐയുടെ വില 2 എന്നാകുമ്പോൾ നമ്മൾ ഔട്ടർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐട്രേഷനിലാണ് പറയുന്നത്. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു, പുതിയൊരു ലൈനിൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങുന്നു, പുതിയൊരു ലൈനിലേക്ക് വന്നു. ഇനി j1 ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐട്രേഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇന്നർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ അവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂറ്റ് j വീണ്ടും ഇനീഷ്യലൈസ് ചെയ്തു, റീഇനീഷ്യലൈസ് ചെയ്തു. j < = i എന്ന് പറയുമ്പോൾ ജയുടെ വില ഐയോ അതിൽ താഴെയോ ആവുന്നിടത്തോളം ഈ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ജയുടെ വില ഇപ്പോൾ 1 ആണ്, 1 < ഐയുടെ വില 2 ആണ്. ഓക്കെ, അപ്പോൾ 1 < = 2 ശരിയാണ്, 1 2-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് വീണ്ടും cout സ്റ്റാർ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ആ സ്റ്റാർ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇതിൽ അടുത്ത ആ സ്റ്റാർ പ്രിൻ്റ് വീണ്ടും ജയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ജയുടെ വില 1 എന്നുള്ളത് വീണ്ടും 2 ആവുന്നു. 2 < വീണ്ടും ഇവിടെ ഐയുടെ വാല്യൂ 2 തന്നെയാണ്. രണ്ടാമത്തെ ഐട്രേഷൻ ഔട്ടർ ലൂപ്പിൻ്റെ ഇന്നർ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഐട്രേഷൻ. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഐട്രേഷൻ ഒരു സ്റ്റാർ കൂടി പ്രിൻ്റ് ചെയ്യും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയതോടുകൂടി വീണ്ടും ജയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. ജെ 3 ആയി മാറും. 3 ആകുമ്പോൾ ഇവിടെ 3 < ഐയുടെ വില 2 ആണ്. അപ്പോൾ 2 എന്നുള്ളത് തെറ്റാണ്. 3 2-നേക്കാൾ ചെറുതല്ല. അപ്പോൾ ഈ ലൂപ്പ് പുറത്തേക്ക് വരുന്നു. ഈ ലൂപ്പിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഔട്ടർ ലൂപ്പ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് i++ വർക്ക് ചെയ്യുന്നു. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അത് ടെസ്റ്റ് എക്സ്പ്രഷൻ അനുസരിക്കുന്നു എന്ന് നോക്കുന്നു. ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ i < = 5, അതായത് i 3 ആവുന്നു, 3 < 5. അങ്ങനെ ഇങ്ങനെ i 3 ആവുമ്പോൾ ഇത് 3 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. i 1 ആവുമ്പോൾ ഈ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. i 2 ആവുമ്പോൾ ഐയുടെ വില 2 എന്നാവുമ്പോൾ ഈ ഇന്നർ ലൂപ്പ് 2 തവണ ഐട്രേറ്റ് ചെയ്യുകയും 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും അടുത്തടുത്തായിട്ട്. വീണ്ടും ഐയുടെ വില 3 എന്നാവുമ്പോൾ ഈ ഇന്നർ ലൂപ്പ് 3 പ്രാവശ്യം പ്രവർത്തിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ i 3 എന്നാവുമ്പോൾ 3 പ്രാവശ്യം ഇത് വർക്ക് ചെയ്യും. ആദ്യം j = 1, 1 < = 3 കണ്ടീഷൻ. വീണ്ടും j 2 ആവും, 2 < 3 രണ്ടാമത്തെ ഐട്രേഷൻ ഇന്നർ ലൂപ്പിൻ്റെ. വീണ്ടും ഇന്നർ ലൂപ്പിൻ്റെ മൂന്നാമത്തെ ഐട്രേഷൻ. അങ്ങനെ ഐയുടെ ഓരോ വിലയ്ക്കും അത്രയും തവണ ഈ ഇന്നർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യും. എന്നിട്ട് അത്രയും സ്റ്റാറുകൾ പ്രിൻ്റ് ചെയ്യും. അതാണ് ഈ പ്രോഗ്രാം. ഒരു പിരമിഡ് ലൈക്ക് ഒരു പാറ്റേൺ പ്രിൻറ്റിങ് പ്രോഗ്രാമാണിത്. ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലിനുള്ള പ്രോഗ്രാം ഇവിടെ ഒരു /t എന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇതിൽ ഇൻപുട്ടൊന്നുമില്ല. ഈ പ്രോഗ്രാം ഞാൻ കമ്പൈൽ ബിൽഡ് ചെയ്തു. അതിനുശേഷം കമ്പൈൽ ചെയ്തു, ഓക്കെ, ബിൽഡ് ചെയ്തു, വീണ്ടും റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ കാണാൻ പറ്റും. ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ 5 വരികളായി ഓരോ വരിയിലും അത്ര സ്റ്റാറുകൾ. ഒന്നാമത്തെ വരിയിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ വരിയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ വരിയിൽ 3 സ്റ്റാർ, നാലാമത്തെ വരിയിൽ 4 സ്റ്റാർ, അഞ്ചാമത്തെ വരിയിൽ 5 സ്റ്റാർ. ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് മറ്റ് പല പ്രോഗ്രാമുകളും മറ്റ് പല പാറ്റേണുകളും പല രീതിയിലും പ്രിൻ്റ് ചെയ്യാം. ഞാൻ ഒരു ട്രയാങ്കിൾ സ്റ്റാറിൻ്റെ ഒരു ട്രയാങ്കിൾ സ്റ്റാറുകളുടെ ഒരു ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്
ഒരു C++ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്നും പ്രോഗ്രാം കൺട്രോൾ യാതൊരു വ്യവസ്ഥയുമില്ലാതെ അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോഗ്രാമിലെ ഒരു C++ പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രോഗ്രാമർക്ക് ഇഷ്ടപ്പെടുന്ന വരിയിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മാറ്റുന്നതിന് വേണ്ടിയാണ്. സോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് facilitate the transfer of program control from one place to another are called jump statements. C++ലെ പ്രോഗ്രാമിൻ്റെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വരിയിൽ നിന്നും പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള വരി, അതിനു മുൻപോ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുൻപുള്ള വരികളോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏതെങ്കിലും വരിയിലേക്കോ പ്രോഗ്രാം കൺട്രോളിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഈ ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ C++ലെ കീവേഡുകളാണ്. പ്രധാനമായിട്ടും 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ൽ വരുന്നത്. ഇതെല്ലാം കീവേഡ്സ് കൂടിയാണ്. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്നിവയാണ്. ഇതിൽ ഓരോ ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു ഒരു പ്രധാനപ്പെട്ട ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഒരു C++ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാം കൺട്രോൾ എങ്ങനെയാണ്? ആദ്യം ഇൻഡിമെയിനുള്ളിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ ആരംഭിക്കുന്നത്. ആദ്യം ഈ ഡിക്ലറേഷൻ എന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം 6ാമത്തെ വരി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതൊരു ഫോർ ലൂപ്പാണ്. അപ്പോൾ 5 പ്രാവശ്യം പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു വരിയിൽ നമ്മൾ ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് ഉടനെ പ്രോഗ്രാമിനെ അതിൻ്റെ ആ നോർമൽ ഫ്ലോ അതിനെ ഓൾട്ടർ ചെയ്യുന്നു. അതായത് സ്വാഭാവികമായ ഒഴുക്കിനെ മാറ്റി, സ്വാഭാവികമായ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത വരി അങ്ങനെയാണ്. അതിന് പകരം നമുക്ക് പ്രോഗ്രാം കൺട്രോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വരിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ C++ൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ C++ പ്രോഗ്രാമിൽ പ്രോഗ്രാം കൺട്രോൾ പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിൻ്റെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ജംപ് ഉപയോഗിക്കുന്ന കമാൻഡുകൾ അല്ലെങ്കിൽ കീവേഡുകളെയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ keywords used to alter the flow of control of a program unconditionally. That is to transfer the program control from, they are used to transfer the program control from one place to another. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിനെ അതിൻ്റെ ആ പ്രവർത്തനക്രമം പെട്ടെന്ന് അതിനെ വേറൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജമ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു വരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വരിയിൽ ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ ആ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ടടുത്ത വരിയിലേക്ക് പോകുന്നതിന് പകരം ആ നോർമൽ ഫ്ലോ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ട് ചെയ്തതിന് പകരം ആ ജംപ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ജംപ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ആ ജംപ് സ്റ്റേറ്റ്മെൻറ്റിന് അനുസരിച്ച് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. അതൊന്ന് ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ, ഇതാണെന്ന് പറയും. ഇനി ഇതിൽ ബ്രേക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എങ്ങനെയാണെന്ന് പറയും. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ടു അനദർ. ഗോ ടു ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഗോ ടു ഉപയോഗിക്കുന്നത് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പ്രോഗ്രാം കൺട്രോൾ മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രോഗ്രാമിൻ്റെ പ്രവർത്തന ക്രമം മാറ്റുന്നതിന് വേണ്ടി. പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ പ്രവർത്തന ക്രമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുന്ന ഓർഡർ, ആ ഓർഡർ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തേക്ക് നിർബന്ധിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനക്രമം പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്തു നിന്നും മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഗോ ടു എന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഈ ഗോ ടുവിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഗോ ടു ലേബൽ, സ്പേസ് ഉണ്ട് ഇവിടെ, ഗോ ടു ലേബൽ. ഇവിടെ ലേബൽ എന്ന് പറയുന്നത് ഗോ ടു ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്തേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റോ ആ വരിയോ ആ ലൈനെയോ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ലേബലാണ് ഇവിടെ
ഇത് ഈ ഗോട്ടുവിൻ്റെ കൂടെ വരുന്ന ലേബൽ എന്ന് പറയും. ഗോട്ടുവിൻ്റെ കൂടെ ലേബൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ദ ലേബൽ ഇസ് ദ ഐഡൻറ്റിഫയർ. ലേബൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോഗ്രാമിലെ ഒരു വരിക്ക് കൊടുക്കുന്ന പേരാണ്. ഒരു ഉദാഹരണം ഇവിടെ കാണാം. ടാർഗറ്റ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ലേബൽ വിച്ച് ഈസ് എൻ ഐഡൻറ്റിഫയർ. ഗോ ടു എന്ന് പറയുമ്പോൾ ആ ഭാഗത്തേക്ക് പോവുക എന്നാണ് പ്രോഗ്രാം പറയുന്നത്. അപ്പോൾ ഈ ഗോ ടു ഉള്ള ഒരു വരിയിലേക്ക് ഒരു പ്രോഗ്രാം എത്തുമ്പോൾ ഗോ ടു എന്ന് കാണുമ്പോൾ ഗോ ടുവിന് ശേഷമുള്ള ലേബൽ എവിടെയാണോ ആ ലേബൽ ഏത് ലേബലിലേക്ക് ജമ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലേബൽ വരുന്ന ലൈനിലേക്ക് ജമ്പ് ചെയ്യും പ്രോഗ്രാം കൺട്രോൾ. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഗോ ടുവിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ഏത് ഭാഗമാണെന്ന് പറയാനാണ് ഈ ലേബൽ ഉപയോഗിക്കുന്നത്. ഗോ ടുവിൻ്റെ ടാർഗറ്റ് പറയാൻ വേണ്ടിയാണ്. ദ ടാർഗറ്റ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ലേബൽ വിച്ച് ഈസ് എൻ ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയർ എന്താണെന്നൊക്കെ കഴിഞ്ഞ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇവിടെ ഒരു ഗോ ടു ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം നോക്കുക. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പ്രിൻ്റ് 1, 2, 3, 4 അങ്ങനെ 50 വരെ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോ ടു ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു നോക്കുക. ഇത് നമുക്ക് ലൂപ്പ്, ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ വെച്ച് വളരെ സിമ്പിളായിട്ട് എഴുതാം. എന്നാൽ ഇത് ഗോ ടു ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു നോക്കുക. ആദ്യം ഐ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് ഇനീഷ്യലൈസ് ചെയ്തു 1 എന്നാണ് ഐയുടെ തുടക്കവില 1. പിന്നീട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലേബലാണ്. സി ഔട്ട് ഐ, ഈ സ്റ്റാർട്ട് എന്ന ലേബലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴെല്ലാം പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. ദെൻ ഐ പ്ലസ് പ്ലസ് ഐ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇവിടെ ആദ്യം ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഐയുടെ വില ആദ്യം വരുന്നത് ഐയുടെ വില 1 എന്നാവുന്നു. 1 എന്നായ ഉടനെ സ്റ്റാർട്ടിലേക്കല്ല പോവുക. കാരണം സ്റ്റാർട്ടിലേക്ക് എപ്പോഴും ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ സ്റ്റാർട്ടിലേക്ക് പോകും. ഇവിടെ ഗോ ടു കാണാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഐയുടെ വില 1 ആയതിനു ശേഷം ഐയുടെ വില ഈ സ്റ്റാർട്ട് എന്ന ലേബൽ ഈ വരി ഈ ഒരു ലൈനിൻ്റെ ലേബലാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ആ ലൈനിന് കൊടുത്തിരിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാമിലെ ഇതിപ്പോൾ 1, 2, 3-ാമത്തെ വരിയാണെങ്കിൽ ഈ 3-ാമത്തെ വരിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്, ഒരു ലേബലാണ് സ്റ്റാർട്ട് എന്നുള്ളത്. ലേബൽ കഴിഞ്ഞ് ഒരു കോളൻ എപ്പോഴും ഇടണം. ലേബൽ കഴിഞ്ഞ ഒരു കോളം സ്റ്റേറ്റ്മെൻറ്റിന് മുൻപായിട്ട് ഇടണം. ഇനി എപ്പോഴും ഗോ ടു നേരത്തെ പറഞ്ഞ നമുക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു ഭാഗത്തു നിന്ന് പ്രോഗ്രാമിൻ്റെ വേറൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതായത് പ്രോഗ്രാമിൻ്റെ പ്രവർത്തനക്രമം പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു നിലവിലുള്ള പ്രവർത്തനക്രമം മാറ്റുന്നതിന് വേണ്ടി, അതായത് പ്രോഗ്രാമിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ആ പ്രോഗ്രാമിൻ്റെ അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അടുത്തതായിട്ട് റൺ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്, ഗോ ടു മുതലായ ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം. അപ്പോൾ ഇവിടെ ഇനി ഈ ഐയുടെ വാല്യൂ 1 വീണ്ടും സ്റ്റാർട്ട് ഗോ ടു എന്ന് കാണുമ്പോഴേ സ്റ്റാർട്ടിലേക്ക് പോകുള്ളൂ, ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ സ്റ്റാർട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ ഐയുടെ വില 1 ആയതുകൊണ്ട് അടുത്ത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. 1, 2 ആവുന്നു. 2 ആയാൽ അടുത്ത ലൈനിലേക്ക് പോകുന്നു. സാധാരണ ഒരു പ്രോഗ്രാം ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻ്റെ ഐ 1 എന്ന് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിലേക്ക് പോകാതിരുന്നത്? കാരണം സ്റ്റാർട്ട് എപ്പോഴും സ്റ്റാർട്ട് ഒരു ലേബലാണ്. ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ സ്റ്റാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ സ്റ്റാർട്ടിന് ശേഷം വരുന്ന കാര്യം, അതായത് ഇവിടെ ഈ ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുള്ളൂ. എപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് കാണുന്നു അപ്പോഴെല്ലാം ഈ വരിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നു, പ്രോഗ്രാം ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞ കാര്യം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത വരി, അതിന് താഴെ, അങ്ങനെ നോർമൽ ഫ്ലോ ആവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഐ 1 ആവുന്നു. 1 ആവുമ്പോൾ സ്റ്റാർട്ട് ലേബൽ സ്കിപ്പ് ചെയ്യുന്നു. ലേബലായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നു. അടുത്തത് ലേബലിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ ലേബലിൻ്റെ വാല്യൂ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് നോക്കുക. ഐയുടെ വാല്യൂ 2 എന്നാവുന്നു. ഐ നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ ഐ പ്ലസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവുന്നു. 2 ആവുമ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, ഐയുടെ വില 50 അതിൽ താഴെയോ ആണോ? അപ്പോൾ ഐയുടെ വില 2 ആണ്. 2
50 2 അമ്പതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ആണെങ്കിൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട് എന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബലുള്ള പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുക. സ്റ്റാർട്ട് എന്ന ലേബലുള്ള, അപ്പോൾ ഇവിടെ ഐയുടെ വില എപ്പോഴെല്ലാം 50-ൽ താഴെയാകുന്നു അപ്പോഴെല്ലാം പ്രോഗ്രാം ഇവിടെ നിന്ന് ഈ ഒരു വരി, ഇതിപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഈ വരിയിലാണ്, ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് വരും. സ്റ്റാർട്ട് എന്ന ലേബലുള്ള വരി ഈ വരിയാണ്, അതായത് 3ാമത്തെ വരിയിലേക്ക് വരും. അപ്പോൾ എപ്പോഴെല്ലാം പ്രോഗ്രാം 5ാമത്തെ ലൈൻ അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോഴെല്ലാം പ്രോഗ്രാം 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ശരിയാണോ അപ്പോഴെല്ലാം പ്രോഗ്രാം ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ജമ്പ് ചെയ്യുന്നു. ഇവിടെ ശരിക്ക് ഈ 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെയാണ്. 6ാമത്തെ എന്ന് പറയുന്നത് ഗോ ടു സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടം വരെ എത്തിയ പ്രോഗ്രാമിനെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയാണ്. പ്രോഗ്രാം കൺട്രോൾ വീണ്ടും ഒരു മുൻപുള്ള ഒരു ലൈനിലേക്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം കൺട്രോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗോ ടുവിൻ്റെ കൂടെ എപ്പോഴും ഒരു ലേബൽ ഉണ്ടായിരിക്കും. എങ്ങോട്ടേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് ജമ്പ് ചെയ്യേണ്ടതെന്ന് ലേബലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലേബൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. ഗോ ടുവിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ലേബൽ ഒരു ഐഡൻറ്റിഫയർ ആണ്. ആ ഐഡൻറ്റിഫയർ ഏതെങ്കിലും പ്രോഗ്രാമിലെ ഒരു വരിക്കോ ഒരു കൂട്ടം വരികൾക്കോ കൊടുക്കുന്ന ഒരു ലേബലായിരിക്കും. അത് ഏത് വരിക്കാണോ ആ ലേബലുള്ളത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണോ പ്രോഗ്രാമിൽ ആ ലേബലുള്ളത്, ആ സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗോ ടു സ്റ്റാർട്ട്. ഇവിടെ ഇങ്ങനെ ഐയുടെ വില അപ്പോൾ 1 മുതൽ 50 വരെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഐയുടെ വില 1 ആകുമ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഐയുടെ വില 1 ആകുമ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഇത് ഏത് മുതലാണ് പ്രിൻറ്റ് ചെയ്യുക? ഇവിടെ ഐ പ്ലസ് ഐ വർക്ക് ചെയ്യും, 2 ആവും. 2 ലെസ് ദാൻ 50 ആണ് ഗോ ടു സ്റ്റാർട്ട്. അപ്പോൾ ഐയുടെ വില 2 ആകുമ്പോൾ 2 50 അതിൽ താഴെയാണല്ലോ, 2 50-ൽ താഴെയാണ്. അതുകൊണ്ട് ഗോ ടു സ്റ്റാർട്ട് എന്ന് വർക്ക് ചെയ്യും. ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് എന്ന ലേബലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അത് ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏത് സ്റ്റേറ്റ്മെൻറ്റിന് മുൻപാണോ, ഏത് ലൈനിന് മുമ്പാണോ സ്റ്റാർട്ട് എന്ന ലേബലുള്ളത്, ആ ഭാഗത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ 2 ആണ്. ഓക്കെ, വീണ്ടും ഐ 3 ആവും. ഐ പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ശരിയാണ്. സ്റ്റാർട്ടിലേക്ക് വീണ്ടും ഇങ്ങോട്ട് വരും. പ്രോഗ്രാം കൺട്രോൾ 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. വീണ്ടും 3 4 ആവും. 4 50-ൽ താഴെയാണ്. വീണ്ടും സ്റ്റാർട്ടിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് എന്ന ലേബലിലേക്ക് ജമ്പ് ചെയ്തു പ്രോഗ്രാം. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. ഇനി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, പ്രധാനപ്പെട്ട മറ്റൊരു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കണം. ഒരു C++ പ്രോഗ്രാം എഴുതുമ്പോൾ എല്ലാ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും C++ പോലുള്ള സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഗോ ടുവിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐയുടെ വാല്യൂ 1 ആവുന്നു. സ്റ്റാർട്ട് എന്ന ലേബൽ. അപ്പോൾ എപ്പോഴും ലേബൽ ക്യാൻ അപ്പിയർ ഇൻ എ പ്രോഗ്രാം either ബിഫോർ ഓർ ആഫ്റ്റർ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടുവിന് ശേഷമോ മുൻപോ ആയിരിക്കും ഗോ ടുവിൻ്റെ കൂടെയുള്ള ലേബൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഗോ ടുവിൻ്റെ കൂടെയുള്ള ലേബലാണ് സ്റ്റാർട്ട്. ഇതിവിടെ സ്റ്റാർട്ട് എന്നാണ് ലേബലിൻ്റെ പേര്. അപ്പോൾ ഈ സ്റ്റാർട്ട് എന്ന ലേബലുള്ള ലൈൻ പറഞ്ഞിരിക്കുന്നത് ഗോ ടുവിനും വളരെ മുൻപാണ്. ഇനി ഇത് വേണമെങ്കിൽ ഗോ ടു കഴിഞ്ഞിട്ടും ആവാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ് ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. 1 മുതൽ 50 വരെ പ്രിൻറ്റ് ചെയ്യും. ഇത് എപ്പോഴാണോ 50-ൽ കൂടുതലാവുന്നത് ഐയുടെ വാല്യൂ, ഇങ്ങനെ ഐ 51 ആവുമ്പോൾ, ഐ പ്ലസ് എന്ന് പറയുമ്പോൾ 50-ാമത്തെ ഐട്രേഷൻ അല്ല, 50-ാമത്തെ തവണയും ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 51-ാമത്തെ പ്രാവശ്യം 50 പ്രാവശ്യം ഈ ജമ്പ്, ഇവിടെ ഒരു 50 ജമ്പിങ് നടക്കും. 51-ാമത്തെ പ്രാവശ്യം ഐയുടെ വാല്യൂ 51 ആവുമ്പോൾ ഈ ഗോ ടു വർക്ക് ചെയ്യില്ല. അതായത് 51 ലെസ് ദാൻ അല്ല, 51 ഗ്രേറ്റർ ദാൻ 50 ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഗോ ടു വർക്ക് ചെയ്യില്ല. അപ്പോൾ പ്രോഗ്രാം വീണ്ടും ഈ ഗോ ടു കഴിഞ്ഞതിന് ശേഷം വരുന്ന അടുത്ത വരിയിലേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകുന്നു. ഇതാണ് ഒരു
ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ പ്രോഗ്രാം കൺട്രോൾ സ്റ്റാർട്ട് എന്ന് ലേബൽ കൊടുത്തിരിക്കുന്ന എപ്പോഴെല്ലാം ഈ കണ്ടീഷൻ ശരിയാവുന്നുവോ, ഈ ഈഫിൻ്റെ കൂടെയുള്ള അപ്പോഴെല്ലാം പ്രോഗ്രാം കൺട്രോൾ സ്റ്റാർട്ട് എന്ന ലേബൽ ഉള്ള പ്രോഗ്രാമിലെ വരി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ ലേബൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാരിയബിളുകൾക്ക് കൊടുക്കുന്ന പേര് പോലെ തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് എന്നോ JMP എന്നോ ജമ്പ് എന്നോ ഒക്കെ കൊടുക്കാം. ഒരു ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കാനുള്ള എല്ലാ റൂൾസും ഇവിടെയും ബാധകമാണ്. സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റ്, അണ്ടർസ്കോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ടർസ്കോറോ മാത്രമേ പറ്റുള്ളൂ, മറ്റ് സ്പെഷ്യൽ ക്യാരക്ടറുകളൊന്നും പാടില്ല. ആ കാര്യങ്ങളെല്ലാം ഇവിടെയും ഒരു ലേബലിന് പേര് കൊടുക്കുമ്പോഴും ബാധകമാണ്. ഇനി അടുത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് നേരത്തെ നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റായ സ്വിച്ച് പഠിച്ചപ്പോൾ ബ്രേക്ക് സ്വിച്ചിൽ ഉപയോഗിക്കുന്ന ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിനും ശേഷം, സ്വിച്ചിൽ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിനും ശേഷം ഓരോ കേസിൻ്റെയും കേസ് ബ്ലോക്ക് അവസാനിപ്പിക്കുന്നത് ബ്രേക്ക് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്ത് കടക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഈസ് എ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് യൂസ് ടു, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ പുറത്ത് കടക്കുന്നതിന്, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, സോ ബ്രേക്ക് എന്ന് ഒരു ഡിസിഷനകത്തോ അല്ലെങ്കിൽ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്തോ ബ്രേക്ക് എന്ന് കണ്ടാൽ ഉടനെ ആ ലൂപ്പിൻ്റെ ഐട്രേഷൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ലൂപ്പാണെങ്കിൽ അതിൻ്റെ ഐട്രേഷൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഡിസിഷനാണെങ്കിൽ ആ പ്രോഗ്രാമിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകുന്നു. ഇങ്ങനെ ഇതാണ് പറയുന്നത്, ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക് വെൻ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻകൗണ്ടർ. രണ്ട് സ്ഥലത്താണ് ബ്രേക്ക് എന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്വിച്ചിൽ, മറ്റൊന്ന് ലൂപ്പുകളിലും. ഡു, വൈൽ, ഫോർ ഇവയ്ക്കുള്ളിലും ഉപയോഗിക്കാം. രണ്ടിടത്തും ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിലാണ്. രണ്ടിടത്തും അതിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാൻ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ, അതായത് ഫോർ, വൈൽ, ഡു, വൈൽ എന്നിവയ്ക്കകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ അത് പ്രോഗ്രാം കൺട്രോളിനെ തൊട്ട് ഈ നിലവിലുള്ള ഏത് ലൂപ്പിലാണോ ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് ക്ലോസിംഗ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പുകളൊക്കെ ആണെങ്കിൽ ഏത് ലൂപ്പിനകത്താണോ ബ്രേക്ക് എഴുതിയിരിക്കുന്നത് ആ ലൂപ്പിൽ നിന്ന് മാത്രം ആ ലൂപ്പ് മാത്രം അവസാനിക്കുന്നു. അതിൻ്റെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലൂപ്പിനകത്തോ സ്വിച്ചിനകത്തോ ബ്രേക്ക് എന്ന് കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റോ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ബ്രേക്ക് എന്ന് കാണുമ്പോൾ അതിൻ്റെ എത്രാമത്തെ ഐട്രേഷനിലാണോ ബ്രേക്ക് ഉപയോഗിച്ചത് അതിന് ശേഷമുള്ള ഐട്രേഷനുകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതായത് ഇപ്പോൾ ഒരു ലൂപ്പ് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, മൊത്തം അതിന് 10 ഐട്രേഷൻ ഉണ്ടായിരിക്കും, 10 കറക്കങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് ഇടയിൽ വെച്ച് നമ്മൾ ഇപ്പോൾ അതിൻ്റെ വാല്യൂ, ആ ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വാല്യൂ ഒരു പ്രത്യേക കണ്ടീഷൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം. അതിനൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിന് വേണ്ടി, മുഴുവൻ ഐട്രേഷനും കഴിയുന്നതിന് മുൻപ് അതിനെ പ്രോഗ്രാമർക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരികയാണെങ്കിലൊക്കെ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, സ്വിച്ചിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇനി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്ത്, ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ആവും, മീൻസ് ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. സോ അത് the break statement is used to terminate a loop or switch സ്റ്റേറ്റ്മെൻറ്റോ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റോ. മറ്റൊരു തരത്തിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെയും പറയാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിൻ്റെയോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ ഒരു ഫോർ ലൂപ്പിനകത്ത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യുന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് നോക്കുക. ഈ പ്രോഗ്രാം ഇതിൻ്റെ ഒന്നാമത്തെ ഐട്രേഷൻ ഐ ഇനീഷ്യലൈസ് ചെയ്തു. ഐയുടെ വാല്യൂ 1 എന്നാണ്, 1 <10 ആണ്
സോ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിനകത്ത് പ്രോഗ്രാം കൺട്രോൾ പ്രവേശിച്ചു. അപ്പോൾ വരുന്നത് അവിടെ ഒരു ഡിസ്റ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഇതൊരു നെസ്റ്റിംഗ് കൂടിയാണ്. ഇവിടെ ഒരു ലൂപ്പിനകത്തൊരു ഡിസ്റ്റൻസ് സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. ഇനി ഇഫ് നം മോഡ് 5 നം ഐ മോഡ് 5 എന്നാണ് ഇത് വേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം വെച്ച് പറയാം. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പ്രോഗ്രാം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം. നോർമൽ കേസിൽ ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യാൻ ഫോർ i = 1 i ലെസ് ദാൻ റിട്ടേൺ i ++ സി ഔട്ട് i ഈ സി ഔട്ട് i എന്നുള്ളത് ഇവിടെ കൊടുക്കും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഈ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പ്രോഗ്രാം 1 മുതൽ 4 വരെ മാത്രമേ പ്രിൻ്റ് ചെയ്യുകയുള്ളൂ. കാരണം 5 എന്ന് വരുമ്പോൾ എപ്പോഴെല്ലാം ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില 5 അതിൻ്റെ ഗുണിതമോ ആവുന്നു, അപ്പോൾ ഈ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു. അതാണ് പറഞ്ഞത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള ഇറ്ററേഷനിൽ ലൂപ്പിന് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ലൂപ്പിൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ ഇനീഷ്യലൈസ് ചെയ്തു i = 1, ഐയുടെ തുടക്കവില 1, ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ തുടക്കവില 1. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. i ലെസ് ദാൻ ഓർ 10 ശരിയാണ്, 1 ലെസ് ദാൻ 10 ഐയുടെ വില 1 10നേക്കാൾ ചെറുതാണ്. അപ്പോൾ ലൂപ്പിനുള്ളിലേക്ക് കയറുന്നു. അവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. i mod 5 = 0. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 mod 5 എന്ന് പറഞ്ഞാൽ മോഡ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിസ്റ്റം എത്രയാണ് അത് കിട്ടാനാണ് ഈ മോഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 mod 5 = 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കയറുന്നില്ല, ബ്രേക്ക് ആവുന്നില്ല ലൂപ്പ്. വീണ്ടും എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഈഫിൻ്റെ കണ്ടീഷൻ തെറ്റായതുകൊണ്ട് എൽസ് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഈഫിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ പിന്നെ എൽസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും i mod 5 i 1 ആയതുകൊണ്ട് 1 mod 5 1 ആണ്. 1 mod 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിസ്റ്റം 1 ആണല്ലോ, 0 അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റി. അതുകൊണ്ട് ഈ ഈഫിൽ കയറില്ല. അതുകൊണ്ട് ബ്രേക്ക് ആവുന്നുമില്ല, ഈ ലൂപ്പ് ബ്രേക്ക് ആവില്ല. നേരെ എൽസിലേക്ക് പോകും. എൽസ് പാർട്ട് വർക്ക് ചെയ്തു, സി ഔട്ട് ആയി. എൽസിൽ പറഞ്ഞിരിക്കുന്നത് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ്. അതായത് ഐയുടെ വാല്യൂ 1 ആണ്. 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ലൂപ്പ് അപ്ഡേറ്റ് ചെയ്തു. ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ലൂപ്പ് ബോഡി ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റോ ഇവിടെ ഇൻക്രിമെൻറ്റാണ് ചെയ്യുന്നത്. അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി വർക്ക് ചെയ്യും. അങ്ങനെയാണ് ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. വീണ്ടും അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില അപ്ഡേറ്റ് ചെയ്യുന്നു. ആ പുതിയ വില ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അനുസരിക്കുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എപ്പോഴാണോ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ലൂപ്പിൻ്റെ കൂടെയുള്ള കണ്ടീഷണൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് അതുവരെയും ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഈ ലൂപ്പിൻ്റെ ബോഡി ലൂപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ i 1 ആകുമ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി 2 i 1 എന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം i ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 2 എന്നാവുന്നു. i++ വർക്ക് ചെയ്യുമ്പോൾ 1 + 1 2. വീണ്ടും ഐയുടെ വില 10ൽ താഴെയാണോ? ആണ്. 2 10നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ലൂപ്പിനകത്തേക്ക് കയറി. രണ്ടാമത്തെ ഇറ്ററേഷനാണ് ലൂപ്പിൻ്റെ. i mod 5 ഐയുടെ ഇപ്പോഴത്തെ വില 2 mod 5 എന്ന് പറഞ്ഞാൽ 2 ആണ്, 0 അല്ല. അതുകൊണ്ട് വീണ്ടും എൽസ് പാർട്ട്. അപ്പോൾ ആദ്യത്തെ ഇറ്ററേഷനിൽ എൽസ് പാർട്ടാണ് വർക്ക് ചെയ്തത്. രണ്ടാമത്തെ ഇറ്ററേഷനിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്തു. സി ഔട്ട് i എന്ന് പറയുമ്പോൾ 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും i++ വർക്ക് ചെയ്യും. 2 എന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടുന്നു. അപ്പോൾ ഐക്ക് 3 ആവും. i 2 എന്നുണ്ടായിരുന്നത് 3 ആയി മാറും. 3 ആയാൽ ഉടനെ ഇവിടെ ചെക്ക് ചെയ്യും. അതിന് ശേഷം ഇതിനകത്തേക്ക് ലൂപ്പ് ബോഡി ലൂപ്പിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ നമ്മൾ 1 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഈ 3 ലെസ് ദാൻ 10 ആണ്. 3 mod 5 i mod 5 എന്ന് പറയുമ്പോൾ 3 ലെസ് ദാൻ 10 ആയതുകൊണ്ട് കണ്ടീഷൻ ശരിയാണ്. അതുകൊണ്ട് ലൂപ്പിനകത്ത് കയറുമ്പോൾ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. i mod 5 0 ആണ്. ഐയുടെ വാല്യൂ 3 ആണ്. മൂന്നാമത്തെ ഇറ്ററേഷനാണ്. അപ്പോൾ 3 mod 5 0 അല്ല, 3 mod 5 3 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഇറ്ററേഷനും നടക്കും. അവിടെ എന്താവും? 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഐയുടെ വാല്യൂ 4 എന്നാവും. 4 mod 5 വീണ്ടും 4 ആണ്. അപ്പോൾ നാലാമത്തെ ഇറ്ററേഷനിൽ 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെ ഒന്നാമത്തെ ഇറ്ററേഷനിൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഇറ്ററേഷനിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യും. മൂന്നാമത്തെ ഇറ്ററേഷനിൽ 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. അടുത്തടുത്തായിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക, കാരണം സ്ലാഷൻ കൊടുക്കാത്തതുകൊണ്ട്. ഇങ്ങനെ
നാലാമത്തെ ഇറ്ററേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നാലാമത്തെ ഇറ്ററേഷനിൽ 4 എന്ന് പ്രിൻ്റ് ചെയ്യും. 4 <= 10 ട്രൂ ആണ്. 4 mod 5 4 4നെ 5 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 4ലേക്ക് ശിഷ്ടം 4 അപ്പോൾ ഈ ബ്രേക്ക് വർക്ക് ചെയ്യില്ല. അതായത് ഈ 4 ആയതുകൊണ്ട് ഈ കണ്ടീഷൻ തെറ്റാണ്. I mod 5 0 അല്ല. അതുകൊണ്ട് എൽസ് വർക്ക് ചെയ്തു. 4 എന്ന് കൂടി പ്രിൻ്റ് ചെയ്തു. 4 എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ഉടനെ ഐയുടെ വാല്യൂ 5 ആവും. കാരണം 4 + 1 എന്ന് പറഞ്ഞാൽ 5 10നേക്കാൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. 5 10നേക്കാൾ ചെറുതാണ്. ലൂപ്പിലേക്ക് കയറി ലൂപ്പിലെ ഈഫിലെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. എന്താണ്? ഇപ്പോൾ ഐയുടെ വില 5 5 mod 5 ആദ്യമായിട്ട് ലൂപ്പിനകത്തുള്ള കണ്ടീഷൻ, അതായത് ഈ ലൂപ്പിനകത്തുള്ള ഈഫിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു ഐറ്ററേഷനിൽ മൊത്തം 5 ഐറ്ററേഷനുകളായി. അതിൽ 5ാമത്തെ ഐറ്ററേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 4 ഐറ്ററേഷൻ കഴിഞ്ഞപ്പോഴും 4 ഐറ്ററേഷനിൽ അതാത് വാല്യൂസ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വില പ്രിൻ്റ് ചെയ്തു. 1 2 3 എന്ന് 4 എന്ന് പ്രിൻ്റ് ചെയ്തു. 5ാമത്തെ ഇറ്ററേഷൻ നടക്കുമ്പോൾ ആദ്യമായിട്ട് I mod 5 0 ആവുന്നു. ഓക്കെ, ഐയുടെ വില 5 ആകുമ്പോൾ 5നെ 5 കൊണ്ട് ഹരിച്ചാൽ ബാക്കി ശിഷ്ടം 0 ആണ്. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ ബാക്കിയൊന്നുമില്ല. 5 കൃത്യമായിട്ട് 5ൽ ഹരിക്കാം. അപ്പോൾ 0 എന്നായതുകൊണ്ട് ഇവിടെ എൽസ് പാർട്ടല്ല വർക്ക് ചെയ്യുക. അപ്പോൾ 5ാമത്തെ ഇറ്ററേഷനിൽ മാത്രം ഈഫ് പാർട്ടാണ് വർക്ക് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഇറ്ററേഷനുകളിലും എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള ഇറ്ററേഷൻ അതിനുകളിലും എൽസ് പാർട്ടാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് അതാത് വാല്യൂസ് പ്രിൻ്റ് ചെയ്തു. ഐയുടെ വില പ്രിൻ്റ് ചെയ്തു. ഇനി ഇവിടെ ഐയുടെ വില 5ാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വില 5 എന്നാവും. അപ്പോൾ 5 mod 5 0 ആവും. അപ്പോൾ കണ്ടീഷൻ ശരിയാണ്. അതുകൊണ്ട് ഈ ഈഫിനകത്തേക്ക് കയറുന്നു. അവിടെ *5 എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പുതിയ വരിയിൽ സ്ലാഷ് എന്ന് പറഞ്ഞ പുതിയൊരു വരിയിൽ *5 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സ്റ്റോപ്പിംഗ് ദ ലൂപ്പ് അവസാനിപ്പിക്കുകയാണെന്ന് എഴുതി കാണിക്കുന്നു. നമ്മൾ ഈ കൊടുത്ത മെസ്സേജ് കാണിക്കുന്നു. ബ്രേക്ക് എന്ന് കാണുമ്പോൾ പറഞ്ഞത് ഈ ഉടനെ ഇനിയും ഇപ്പോൾ 5ാമത്തെ ഇറ്ററേഷനായിട്ടുള്ളൂ ഫോർ ലൂപ്പിൻ്റെ. 6 7 8 9 ഇനിയും 5 ഐറ്ററേഷനുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ലൂപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇതോടുകൂടി ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നു. പ്രോഗ്രാം കൺട്രോൾ നേരെ റിട്ടേൺ 0 ആണ്. ഈ ലൂപ്പിൻ്റെ അവസാനം ഇവിടെയാണ്. ഇതിൻ്റെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ 0 ആണ്. റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ 1 മുതൽ 4 വരെ പ്രിൻ്റ് ചെയ്ത് ഈ പ്രോഗ്രാം അവസാനിക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞാൽ കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എററുകളൊന്നുമില്ല. അതുകൊണ്ട് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ ഉണ്ടോ 1 2 3 4 ഇങ്ങനെ പ്രിൻ്റ് ചെയ്തു. 5 ആകുമ്പോൾ 5 ഇവിടെ കാണുന്ന ഔട്ട്പുട്ടും ഈ കൊടുത്തിരിക്കുന്ന കോഡും തമ്മിൽ നോക്കുക. 1 എന്ന് വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. 1 എന്ന് വരുമ്പോഴും പ്രിൻ്റ് ചെയ്യും. 2ാമത്തെ ഇറ്ററേഷനിൽ 2 എന്ന് പ്രിൻ്റ് ചെയ്യും. 3ാമത്തെ ഇറ്ററേഷനിൽ 3 4ാമത്തെ ഇറ്ററേഷൻ 4 എന്നും 5ാമത്തെ ഇറ്ററേഷനിൽ ലൂപ്പിൻ്റെ 5ാമത്തെ ഇറ്ററേഷനിലാണ് ഇവിടെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 5ാമത്തെ ഇറ്ററേഷനിൽ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ അത് പിന്നെ ഈ ലൂപ്പിന് പുറത്തേക്ക് പോകുന്നു. ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ബ്രേക്ക് കാണുന്നത്, എത്രാമത്തെ ഇറ്ററേഷനിലാണോ ബ്രേക്ക് ഒരു ലൂപ്പിനകത്ത് വർക്ക് ചെയ്യുന്നത്, ആ ഇറ്ററേഷൻ മുതൽക്ക് ബാക്കിയുള്ള ഇറ്ററേഷനുകൾ ഉണ്ടാവുകയില്ല ലൂപ്പിന്. അത് ലൂപ്പ് അവസാനിക്കുന്നു. ആ ഇറ്ററേഷനോട് കൂടി ലൂപ്പ് അവസാനിക്കുന്നു. ബ്രേക്ക് എന്ന് കണ്ടാൽ ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് എന്ന് എപ്പോഴാണോ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ മുതൽക്ക് ആ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു. അപ്പോൾ ഒരു ലൂപ്പിനെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ നിർത്താൻ ഇവിടെ 1 മുതൽ 10 വരെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അതിനിടയിൽ നമ്മൾ പ്രോഗ്രാമർ ഒരു കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ അനുസരിക്കുകയാണെങ്കിൽ ലൂപ്പ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. പ്രോഗ്രാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഈ രീതിയിൽ ആണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനപ്പെട്ട മറ്റൊരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് C++ൽ. നോക്കുക, കണ്ടിന്യൂ എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ ലൂപ്പുകളിൽ മാത്രം, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ളിൽ മാത്രം. ബ്രേക്ക് നമുക്ക് സ്വിച്ചിനകത്തും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ളിൽ ഉപയോഗിക്കാം. പ്രോഗ്രാം കൺട്രോൾ സ്വിച്ചിന് പുറത്തേക്കോ അല്ലെങ്കിൽ ലൂപ്പിലാണെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്കോ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ ലൂപ്പോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റോ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ബ്രേക്ക് എഴുതുന്നത്. എന്നാൽ കണ്ടിന്യൂ എന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് continue is used to continue to the beginning of the loop. Another jump statement used for skipping or a part of the code within the loop body and forcing the next iteration. കണ്ടിന്യൂ എന്നൊരു ലൂപ്പിനകത്ത് മാത്രമേ ഉള്ളൂ. ബ്രേക്കിനെ പോലെ സ്വിച്ചിൻ്റെ അകത്ത് കണ്ടിന്യൂ ഉപയോഗിക്കാറില്ല.
അപ്പോൾ ഫോർ ലൂപ്പിനകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൂപ്പുകൾ വൈലോ ഡു വൈൽ ലൂപ്പിനകത്തൊക്കെ നമുക്ക് കണ്ടിന്യൂ ഉപയോഗിക്കാം. കണ്ടിന്യൂ എന്ന് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. എപ്പോഴാണോ ഒരു ലൂപ്പിനകത്ത് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നത്, കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത്, അതോടുകൂടി ആ ലൂപ്പിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യപ്പെടുകയും അടുത്ത ഐട്രേഷൻ മുതൽക്ക് ലൂപ്പ് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു സ്കിപ്പ് എ പാർട്ട് ഓഫ് ദി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ലൂപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം ചില പ്രത്യേക കണ്ടീഷൻ അനുസരിക്കുന്ന സമയങ്ങളിൽ ലൂപ്പ് പകുതി മാത്രം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ തുടർന്നുള്ള ഐറ്ററേഷനുകൾ ഒഴിവാക്കുക. ഇതിനു വേണ്ടിയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. So continuous statement is a jump statement used for skipping over a part of the code within the loop body and forcing the next iteration. അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫോർ ലൂപ്പിനകത്തൊരു കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ നേരത്തെ കണ്ട പ്രോഗ്രാം പോലെ തന്നെയാണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യും നോർമൽ കേസിൽ. പക്ഷേ ഇവിടെ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുമെങ്കിലും ഇവിടെ 6 എന്ന് പ്രിൻ്റ് ചെയ്യില്ല. ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് പ്രിൻ്റ് ചെയ്യില്ല. 1, 2, 3, 4, 5, 7, 8, 9, 10 എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്? കാരണം 6 എന്നുള്ള ആറാമത്തെ ഐറ്ററേഷനിൽ, അതായത് 6 എന്നുള്ള വില വരുന്നത് ഐയുടെ വില 6 ആകുമ്പോൾ, അതായത് ലൂപ്പിൻ്റെ ആറാമത്തെ ഐറ്ററേഷനിൽ എന്ത് സംഭവിക്കുന്നു? ഐയുടെ വില 6 എന്നാകുന്നു. അപ്പോൾ 6 ആണ് ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ശരിയാകുന്നു. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് വീണ്ടും 7 വെച്ച് കണ്ടിന്യൂ ചെയ്യും. അതായത് ലൂപ്പിൻ്റെ അടുത്ത ഐറ്ററേഷൻ മുതൽ കണ്ടിന്യൂ ചെയ്യുക, പ്രൊസീഡ് ചെയ്യും. സോ ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അതിൻ്റെ തുടക്കത്തിലേക്ക്, അതിൻ്റെ അടുത്ത ഇറ്ററേഷൻ മുതൽക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി. ഒരു ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്ന ആ ലൂപ്പ് ബോഡിക്കകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം സ്കിപ്പ് ചെയ്യാനും അവയെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം, ഒരു ഭാഗത്തെ മാത്രം, ലൂപ്പ് ബോഡിയുടെ ഒരു പാർട്ട് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പിനെ അടുത്ത ഐറ്ററേഷൻ മുതൽ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ആണ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ലൂപ്പ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബ്രേക്കും കണ്ടിന്യൂവും കൂടെ കൺഫ്യൂഷൻ ആവുന്നത്. ബ്രേക്ക് എന്ന് കാണുമ്പോൾ ലൂപ്പ് അവസാനിക്കുന്നു, ലൂപ്പിൻ്റെ തുടർന്നുള്ള ഐറ്ററേഷനുകളില്ല, നടക്കുന്നില്ല. എന്നാൽ കണ്ടിന്യൂ എന്ന് കാണുമ്പോൾ ലൂപ്പിൻ്റെ കറണ്ട് ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഐറ്ററേഷൻ കണ്ടിന്യൂ എവിടെയാണോ കാണുന്നത് അതോടുകൂടി ലൂപ്പിൻ്റെ ബാക്കിയുള്ള ലൂപ്പ് ബോഡിയുടെ ഭാഗങ്ങൾ വർക്ക് ചെയ്യാതെ അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് ലൂപ്പ് പ്രൊസീഡ് ചെയ്യുന്നു, ലൂപ്പ് തുടരുന്നു. ഇതാണ് ലൂപ്പ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ പ്രവർത്തനം, ഒരു ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയുടെ ഒരു ഭാഗം ചില പ്രത്യേക കണ്ടീഷനുകൾക്കനുസരിച്ച് സ്കിപ്പ് ചെയ്യാനും ആ ലൂപ്പിനെ പ്രവർത്തനം അടുത്ത ഐറ്ററേഷൻ മുതൽ തുടർന്ന് പോകാനുമാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ടു സ്കിപ്പ് ദി കറൻറ്റ് ഐറ്ററേഷൻ ആൻഡ് പ്രൊസീഡ് വിത്ത് ദി നെക്സ്റ്റ് ഐറ്ററേഷൻ. ഇങ്ങനെ നമുക്ക് ചുരുക്കി കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് പറയാം. കണ്ടിന്യൂ എന്നൊരു ലൂപ്പിനകത്ത് കാണുമ്പോൾ ലൂപ്പിൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂഷൻ സ്കിപ്പ് ചെയ്യുകയും അതായത് തുടർന്നുള്ള ലൂപ്പിൻ്റെ ഭാഗങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ലൂപ്പ് വീണ്ടും അടുത്ത ഐറ്ററേഷനിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഡു വൈലിലോ വൈലിനകത്തുമാണ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ടിന്യൂ എന്ന വർക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഉടനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ലൂപ്പിലെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ഫോർ ലൂപ്പിലാണ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ ഫോർ ലൂപ്പിനകത്താണ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, കണ്ടിന്യൂ പ്രവർത്തിച്ചതിന് ശേഷം ഫോർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ആവുന്നു. പിന്നെ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. വൈലിലോ ഫോറിലോ ആണെങ്കിൽ ഇവിടെ ഇതുപോലെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഇല്ല. അപ്പോൾ നടക്കുന്നത് ഉടനടി ഇവിടെ തന്നെ എപ്പോഴാണോ കണ്ടിന്യൂ ഡു വൈലിനും വൈലിനും അകത്താണ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നതെങ്കിൽ ഉടനെ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇതിൽ വരുന്നത്. ഇനി അപ്പോൾ ഇവിടെ നോക്കുക, ഈ പ്രോഗ്രാമിൽ എൻ്റെ ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുമ്പോൾ 6 മാത്രം സ്കിപ്പ് ചെയ്തു, 6 മാത്രം ഒഴിവാക്കി
അങ്ങനെ നമുക്കൊരു ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിൽ 1 മുതൽ 100 വരെ ഉള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇടയിൽ വെച്ച് ഏതെങ്കിലും ഒരു സംഖ്യ പ്രിൻ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സംഖ്യയെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒരു സംഖ്യയെ പ്രത്യേക ചില സംഖ്യകളെ മാത്രം ഉൾപ്പെടുത്തണം, എല്ലാ സംഖ്യകളെയും വേണ്ട. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക സാധാരണ. ഓക്കെ, ഇപ്പോൾ അവിടെ 6 ഇല്ല, കാരണം 6ാമത്തെ ഐട്രേഷനിൽ ഈ കണ്ടീഷൻ ശരിയായി. ലൂപ്പ് മൊത്തം 10 ഐട്രേഷൻ ഉണ്ട്, 10 എക്സിക്യൂഷൻ വരും. ഇതിൽ 1ാമത്തെ ഐട്രേഷനിൽ ഐയുടെ ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില 1 ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. കണ്ടീഷൻ ശരിയാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് ലൂപ്പിനകത്ത് കയറി ലൂപ്പിലൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് ഐ ഈക്വൽ ടു 6, ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില 6 ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഐ 1 ആണ്, അതുകൊണ്ട് 1 6 അല്ല, അതുകൊണ്ട് ഇവിടെ സി ഔട്ട്. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില ഐ 6 അല്ലെങ്കിൽ ആ ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വില പ്രിൻറ്റ് ചെയ്യുക, ഒരു സ്പേസ് വൈറ്റ് സ്പേസ് പ്രിൻറ്റ് ചെയ്യുക, അതാണ് /t ടാബ്. അപ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഐട്രേഷനിൽ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐട്രേഷനിൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും, ഒരു സ്പേസ് വിടുന്നു. അതിനുശേഷം ഐയുടെ വില i++ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. ഐക്ക് വാല്യൂ 2 എന്നാവുന്നു. 2 10നേക്കാൾ ചെറുതാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്തു. വീണ്ടും ലൂപ്പിനകത്ത് വരുന്നു, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐയുടെ വില 6 ആണോ? അല്ല. രണ്ടാമത്തെ ഐട്രേഷനിൽ ഐയുടെ വില 2 ആണ്. കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഐയുടെ വില പ്രിൻറ്റ് ചെയ്യുന്നു, 2 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 1ൻ്റെ അപ്പുറത്ത് 2ൻ്റെ നേരെ ഒരു സ്പേസ് പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വില 3 ആവുന്നു. i++ വർക്ക് ചെയ്യുന്നു. 3 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്തു, ട്രൂ ആണ്. 3 10നേക്കാൾ ചെറുതാണ്. 3യുടെ വില 6 ആണോ? അല്ല. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല, അതായത് ലൂപ്പ് സ്കിപ്പ് ചെയ്യില്ല. അപ്പോൾ എപ്പോഴെല്ലാം കണ്ടിന്യൂ കാണുന്നോ ആ ലൂപ്പ് സ്കിപ്പായി പോകും. അത് ഇപ്പോഴത്തെ ഐട്രേഷൻ നിർത്തി, അവിടെ വെച്ച് നിർത്തി അടുത്ത ഐട്രേഷൻ മുതൽ ലൂപ്പിൻ്റെ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂ ഉപയോഗിച്ചുള്ളൊരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 2 ബ്രേക്കും കണ്ടിന്യൂവും 2 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്, 2 ലൂപ്പുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്നതാണ്. ബ്രേക്ക് കാണുന്നതോടുകൂടി ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് എന്ന് കണ്ടാൽ ഉടനെ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് എ ലൂപ്പ് വിൽ അബോർട്ട് ദ ലൂപ്പ്, ആ ലൂപ്പിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു. എന്നാൽ ആൻഡ് ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പിന് ശേഷമുള്ള ലൂപ്പിൻ്റെ പ്രവർത്തനം ഒരിക്കലും ബ്രേക്ക് എന്ന് കാണുമ്പോൾ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. പലപ്പോഴും എക്സാമിന് ബ്രേക്കും കണ്ടിന്യൂവും തമ്മിൽ വ്യത്യാസം പറയുമ്പോൾ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ബ്രേക്ക് വരുന്നത് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രവർത്തനമാണ് അവസാനിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം, ലൂപ്പ് വരുന്ന പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ട്രാൻസ്ഫർ കൺട്രോൾ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പ്, ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുകയും ലൂപ്പിന് ശേഷമുള്ള അടുത്ത വരി, അത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ആവുകയും ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. പ്രോഗ്രാം കൺട്രോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ കണ്ടിന്യൂ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ജസ്റ്റ് അബാൻഡൻ ദ കറൻറ്റ് ഐട്രേഷൻ ആൻഡ് ലെറ്റ് ദ ലൂപ്പ് കണ്ടിന്യൂ ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഇപ്പോഴത്തെ ഐട്രേഷൻ, ലൂപ്പിൻ്റെ ഇപ്പോഴത്തെ ഐട്രേഷൻ സ്കിപ്പ് ചെയ്യുകയും അബാൻഡൻ ചെയ്യുകയും അത് ഒഴിവാക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അടുത്ത ഐട്രേഷൻ മുതലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു സ്കിപ്പിംഗ് ആണ് കണ്ടിന്യൂ എന്ന് കണ്ടാൽ ലൂപ്പിൽ നടക്കുന്നത്. അപ്പോൾ എപ്പോഴെല്ലാം ഒരു ലൂപ്പിനകത്ത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റാണ്, അപ്പോഴെല്ലാം ലൂപ്പിൻ്റെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും അപ്പോൾ ആ ലൂപ്പിൻ്റെ കറൻറ്റ് ഐട്രേഷൻ, ഇപ്പോഴത്തെ ഐട്രേഷൻ, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐട്രേഷൻ സ്കിപ്പാവുകയും അത് ഒഴിവാക്കുകയും തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയും തുടർന്നുള്ള ലൂപ്പിൻ്റെ ഭാഗങ്ങൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക, സ്കിപ്പ് ചെയ്യുകയും ലൂപ്പ് വീണ്ടും അടുത്ത ഐട്രേഷൻ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ അപ്ഡേറ്റ് ചെയ്യുകയും ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വിൽ കണ്ടിന്യൂ സ്കിപ്പ് ദ കറൻറ്റ് ഐട്രേഷൻ, അബാൻഡൻ മീൻസ് സ്കിപ്പ് ആൻഡ് ലെറ്റ് ദ ലൂപ്പ് കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ഐട്രേഷൻ. ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ ഇത് കുറച്ചുകൂടി കണ്ടിന്യൂ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് നോക്കാം. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു കണ്ടിന്യൂ ടു ദ ബിഗിനിങ് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ബിഗിനിങ് ഓഫ് എ ലൂപ്പ് എന്ന് പറഞ്ഞു, ഇതിൽ ബിഗിനിങ് ഓഫ് എ ലൂപ്പ് അല്ല, ടു കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. When a continuous statement is executed in a loop, it skips the remaining statements in the loop and proceeds to the next iteration of the loop. അപ്പോൾ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കണ്ടിന്യൂ എക്സിക്യൂട്ട് ആവുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ആ ലൂപ്പിലെ തുടർന്നുള്ള ഭാഗങ്ങൾ പ്രവർത്തിക്കാതെ വരികയും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ വരികയും ലൂപ്പ് ബോഡിയിൽ
തുടർന്നുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് വരികയും ലൂപ്പിൻ്റെ അടുത്ത എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഐറ്ററേഷൻ മുതൽക്ക് ലൂപ്പ് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യും ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ഐറ്ററേഷൻ നിർത്തിവെച്ച് അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി, തുടരുന്നതിന് വേണ്ടിയാണ് ലൂപ്പിനകത്ത് കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഉപയോഗിക്കുന്നത് ലൂപ്പിൻ്റെ എപ്പോഴെല്ലാം ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു അപ്പോൾ ലൂപ്പിൻ്റെ ഇനിയുള്ള എല്ലാ ഐറ്ററേഷനുകളും സ്റ്റോപ്പ് ആവും. ഈ ഐറ്ററേഷൻ മുതൽക്ക് ഉള്ള ഐറ്ററേഷൻ, കറണ്ട് ഐറ്ററേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. എവിടെയാണോ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എത്രാമത്തെ ഐറ്ററേഷനാണോ ആ ഐറ്ററേഷൻ മുതൽക്കുള്ള എല്ലാ ഐറ്ററേഷനുകളോ ആ ഐറ്ററേഷനോടുകൂടി ആ ലൂപ്പ് അവസാനിക്കുന്നു. എന്നാൽ കണ്ടിന്യൂ കാണുമ്പോൾ ലൂപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല, ലൂപ്പ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഐറ്ററേഷൻ തൽക്കാലം ഒഴിവാക്കി അടുത്ത ഐറ്ററേഷൻ മുതൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് വെനെവർ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Whenever a continuous statement is executed in a loop, it skips the remaining statements in the loop and proceeds with the next iteration of the loop. എപ്പോഴെല്ലാം ഒരു ലൂപ്പിനകത്ത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നു അപ്പോഴെല്ലാം ആ ലൂപ്പിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും പ്രവർത്തനം നിർത്തുകയും ലൂപ്പ് അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും, പ്രവർത്തനം തുടരുകയും ചെയ്യും. ജസ്റ്റ് സ്കിപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഡു വൈലും വൈലും ആണെങ്കിൽ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഉടനെ തന്നെ കണ്ടീഷൻ, ലൂപ്പിലെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു ഫോർ ലൂപ്പിലാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ ഫോർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതായത് ഇവിടെ ഇപ്പോൾ ഈ I++ ആക്കി, ഇതെങ്ങനെയാണ് ഈ ഫോർ ലൂപ്പിൽ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം. ഇതിൽ എപ്പോഴെല്ലാം 5 അതിൻ്റെ ഗുണിതങ്ങളോ വരുന്നു, ഐക്ക് വരുന്നു, ഐയുടെ വില 5 അതിൻ്റെ ഗുണിതങ്ങളോ ആകുമ്പോഴെല്ലാം പ്രോഗ്രാം അത് പ്രിൻ്റ് ചെയ്യാതിരിക്കണം. പ്രിൻ്റ് ചെയ്യുന്ന ഒഴിവാക്കി വീണ്ടും ബാക്കിയുള്ളത് അടുത്ത നമ്പർ പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇവിടെ I1 എന്ന് വരുമ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് for I = 1 I <10 I++. അപ്പോൾ ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, ഐയുടെ വില തുടക്ക വില 1 എന്ന് കൊടുത്തു. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ഐയുടെ വില 10-ൽ താഴെയാണോ, ആണ് 1 <10, ഐയുടെ വില 1 എന്നാണ്, 1 10-നേക്കാൾ ചെറുതാണ്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിനകത്തേക്ക് കയറി ലൂപ്പ് ബോഡി എന്ന് പറയുന്നത് ഇത്രയും ആണ് വരുന്നത്. അതായത് ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, I mod 5 = 0 ആണ്. I mod 5 എന്ന് പറഞ്ഞാൽ ഐയുടെ വില 1 mod 5 എന്ന് പറഞ്ഞാൽ 1-നെ 5 കൊണ്ട് ഹരിച്ച് 1-നെ 5 കൊണ്ട് ഹരിച്ച് ബാക്കി ശിഷ്ടം, അതാണ് 1 mod 5. സോ 1 mod 5 is 1 not 0. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്, അതുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. Cout I എന്ന് പറയുമ്പോൾ ഐയുടെ വില 1 എന്ന് പ്രിൻ്റ് ചെയ്തു. വീണ്ടും അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നു, അടുത്ത ഐറ്ററേഷൻ ആരംഭിക്കുന്നു. ഐയുടെ വില പ്രിൻ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതായത് I++ വർക്ക് ചെയ്യുന്നു. ഐയുടെ വില 1 വെച്ച് കൂടുന്നു, അതായത് 2 എന്നാവുന്നു. 1 രണ്ടാമത്തെ ഐറ്ററേഷനാണ്, രണ്ടാമത്തെ ഐറ്ററേഷനിൽ ഐയുടെ വില 2, I++ വർക്ക് ചെയ്ത് ഐയുടെ വില 2 എന്നാവുന്നു. 2 < 10 വർക്ക് ചെയ്യുന്നു, അത് ശരിയാണ്. ടെസ്റ്റ് വീണ്ടും 2 mod 5 0 അല്ല, അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നില്ല, വീണ്ടും 2 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രിൻ്റ് ചെയ്യും, 4 പ്രിൻ്റ് ചെയ്യും, 5 അഞ്ചാമത്തെ ഐറ്ററേഷനിൽ 5 mod 5 0 ആണ്. ഐയുടെ വില 5 ആണ്. അപ്പോൾ അഞ്ചാമത്തെ ഐറ്ററേഷനിൽ ലൂപ്പിൻ്റെ അഞ്ചാമത്തെ കറക്കത്തിൽ ഐയുടെ വില 5 ആയതുകൊണ്ട് 5 mod 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. ആദ്യമായിട്ട് കണ്ടീഷൻ ശരിയായി, അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്തു. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രോഗ്രാം കൺട്രോൾ വന്നു. അപ്പം കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അഞ്ചാമത്തെ ഐറ്ററേഷനാണ്. I mod 5 5 എന്ന് പ്രിൻ്റ് ചെയ്യില്ല. കണ്ടിന്യൂ പറഞ്ഞാൽ ഇനിയുള്ള ലൈനിലേക്ക് പോവാതെ അടുത്ത ലൂപ്പ് ബോഡിയിലെ അടുത്ത ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴെല്ലാം കണ്ടിന്യൂ പറഞ്ഞപ്പോൾ ലൂപ്പിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുകയും അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് തുടരുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐയുടെ വില 5 ആകുമ്പോൾ, അതായത് അഞ്ചാമത്തെ ഈ ലൂപ്പിൻ്റെ അഞ്ചാമത്തെ ഐറ്ററേഷനിൽ 5 mod 5 0. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-നെ പ്രിൻ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നു. ഇതുവരെ 1, 2, 3, 4 ഐയുടെ വില 1, 2, 3, 4 ആകുമ്പോഴെല്ലാം കണ്ടിന്യൂ, ഈ കണ്ടീഷൻ തെറ്റായിരുന്നതുകൊണ്ട് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഐയുടെ വില പ്രിൻ്റ് ചെയ്തു. എന്നാൽ ഐയുടെ വില 5 ആകുമ്പോൾ 5 mod 5 0 ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂ വർക്ക് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഫോർ ലൂപ്പിൻ്റെ അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് പ്രോഗ്രാം കൺട്രോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഐയുടെ അടുത്ത ഐറ്ററേഷൻ എന്ന് പറയുമ്പോൾ
ഇപ്പോഴത്തെ ഐറ്ററേഷൻ 5ാമത്തെയാണ്. 5 എന്ന് പ്രിൻ്റ് ചെയ്യുന്നില്ല, അതിന് പകരം 5 6 ആവും. i++ വർക്ക് ചെയ്യും, 5 6 ആവും. 6 10 വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ വാല്യൂ ചെയ്തു, 6 < 10 ആണ്. 6 mod 5 6 ആണ്. വീണ്ടും കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നില്ല, 6 എന്ന് പ്രിൻ്റ് ചെയ്യും, 7 പ്രിൻ്റ് ചെയ്യും, 8 പ്രിൻ്റ് ചെയ്യും, 9 പ്രിൻ്റ് ചെയ്യും. 10 പ്രിൻ്റ് ചെയ്യില്ല, കാരണം 10 mod 5 0 ആണ്. അപ്പോൾ ഇത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ 5 ഒഴികെയുള്ള എല്ലാ സംഖ്യകളും പ്രിൻ്റ് ചെയ്യും. 5ഉം 1 മുതൽ 10 വരെയുള്ളതിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ 5ഉം 10ഉം ഒഴികെ എല്ലാ സംഖ്യകളും പ്രിൻ്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാമിംഗ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 1 മുതൽ 10 9 വരെയുള്ള സംഖ്യകൾ ഇതിൽ 5 കണ്ടു, കാരണം 5 എന്ന് വരുമ്പോഴെല്ലാം സ്കിപ്പ് ചെയ്തു. 5 എന്ന് വരുമ്പോൾ ഫോർ ലൂപ്പ് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് അടുത്ത 6 മുതൽക്ക് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇപ്പോഴത്തെ ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്ത് എത്രാമത്തെ ഐറ്ററേഷനിലാണോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ആ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ആ ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്യുകയും ഒഴിവാക്കുകയും അല്ലെങ്കിൽ ആ ലൂപ്പ് ഐറ്ററേഷൻ നിർത്തിവെക്കുകയും തുടർന്ന് വീണ്ടും ലൂപ്പ് അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5ാമത്തെ ഐറ്ററേഷനിൽ ആണ് കണ്ടിന്യൂ വന്നത്, കാരണം കണ്ടീഷൻ ശരിയായത്. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്തു. അപ്പോൾ 5 എന്ന് പ്രിൻ്റ് ചെയ്തില്ല, അത് സ്കിപ്പ് ചെയ്തു, ലൂപ്പ് ബോഡി സ്കിപ്പ് ചെയ്തു. അതിനുശേഷം ലൂപ്പ് ബോഡിയുടെ ഒരു ഭാഗമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഈ 10ാമത്തെ ലൈൻ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും ഇത് കഴിഞ്ഞാൽ i++ വർക്ക് ചെയ്തു, അപ്ഡേറ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്തു, 6 ആയി. 6 കണ്ടീഷൻ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നില്ല, കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. 6 പ്രിൻ്റ് ചെയ്തു. അങ്ങനെ 7 8 9. അപ്പോൾ 5ഉം 10ഉം 5ൻ്റെ കൂട്ടുകളാണെങ്കിൽ 5നെയും 10നെയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 എന്ന് കിട്ടുന്നതുകൊണ്ട് എപ്പോഴെല്ലാം 5ാമത്തെയും 10ാമത്തെയും ഐറ്ററേഷനിൽ ഈ പ്രോഗ്രാമിൽ ഈ ഫോർ ലൂപ്പ് സ്കിപ്പ് ചെയ്യും, പകുതിക്ക് വെച്ച് ലൂപ്പ് നിർത്തും, എന്നിട്ട് അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് തുടരുകയും ചെയ്യും. അതാണ് പകുതിക്ക് വെച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ എവിടെയാണോ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്തത് അതിന് ശേഷമുള്ള ലൂപ്പിലെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, പ്രവർത്തിപ്പിക്കാതെ അടുത്ത ഐറ്ററേഷൻ മുതൽക്ക് ലൂപ്പിലെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കും. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയുമാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഇനി ഇതിൽ വരുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ എന്ന് പറയുന്നൊരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്: ബ്രേക്ക്, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഇതിൽ ബ്രേക്ക്, കണ്ടിന്യൂ, അതുപോലെ തന്നെ റിട്ടേൺ, 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞത്. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഇതിൽ ബ്രേക്കും കണ്ടിന്യൂവും മാത്രം ലൂപ്പിനകത്ത് ഉപയോഗിക്കുന്നു. ഇനി ഗോ ടു എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് അധികം ഉപയോഗിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ജമ്പിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റാണ്, അതൊരു കീവേഡാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു കോളിംഗ് പ്രോഗ്രാം ഓർ ടു എക്സിറ്റ് ഫ്രം എ ഫംഗ്ഷൻ. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നും വേറെ ഈ പ്രോഗ്രാമിനെ കോൾ ചെയ്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിന്ന്, ഫംഗ്ഷനുകൾക്കുള്ളിലും ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഫംഗ്ഷൻസ് 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷനകത്ത് റിട്ടേൺ എന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഉടനെ ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനം നിർത്തുകയും ആ ഫംഗ്ഷനെ കോൾ ചെയ്ത ഭാഗത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാം ഓർ ടു എക്സിറ്റ് ഫ്രം എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്ത് റിട്ടേൺ ഉപയോഗിക്കുമ്പോൾ ആ ഫംഗ്ഷനിൽ നിന്നും എക്സിറ്റ് ആവുന്നു, ആ ഫംഗ്ഷന് പുറത്തു പോകുന്നു പ്രോഗ്രാമിൻ്റെ കൺട്രോൾ, ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനം നിർത്തുന്നു, ടെർമിനേറ്റ് ആവുന്നു. എന്നാൽ ഒരു പ്രോഗ്രാമിനകത്താണ് റിട്ടേൺ എന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രോഗ്രാം അതിനെ വിളിക്കുന്ന കോളർ പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എപ്പോഴും പ്രോഗ്രാം കൺട്രോൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നിന്ന് അതിനെ കോൾ ചെയ്യുന്ന പ്രോഗ്രാമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ റിട്ടേൺ 0, എല്ലാ C++ പ്രോഗ്രാമിൻ്റെ അവസാനം റിട്ടേൺ 0. റിട്ടേൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ C++ റൺ ടൈം ഇതിനെ കോൾ ചെയ്യുന്ന ഇതൊരു പ്രോഗ്രാമാണ്. ഈ സോഫ്റ്റ്വെയർ C++ റൺ ടൈമാണ് ഇത്
ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ C++ റൺ ടൈമിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ C++ സോഫ്റ്റ്വെയറിൽ നിന്ന് C++ൻ്റെ റൺ ടൈമിൽ നിന്ന് ഈ പ്രോഗ്രാം കൺട്രോൾ നേരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, അതായത് ഉബുണ്ടുവിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഈ പ്രോഗ്രാം പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്.